നമസ്കാരം, ഹരിതം ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിൽ പുതിയ തൈകൾ എങ്ങനെ ഉണ്ടാക്കാം, അതൊരു പുതിയ രീതി. ഇതെല്ലാവർക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്തു നോക്കിയതും അത് സക്സസ് ആയതും. ചെറിയ കഷ്ണങ്ങളിൽ നിന്നും തൈ ഉണ്ടാക്കുക. തണ്ടുകൾ നമ്മൾ കളയുന്നതായിരിക്കും, പക്ഷെ അതിൽ നിന്നും നമുക്ക് 2-3 തൈകളെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ളൊരിത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പല ചെടികളും ഇത് ഞാൻ തണ്ട് മുറിച്ച് വെച്ചതിൽ നിന്നും മുള പൊട്ടിയിട്ട് 2 തൈകളായി ഇന്ന് വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കട മുറിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ കടയിൽ നിന്നും വരുന്ന മുകുളങ്ങളാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇതേപോലെ നേരത്തെ കാണിച്ചതും അതേപോലെയാണ്. ഇതും കഷ്ണങ്ങളിൽ നിന്നും വരുന്നതാണ്. ഇതിൻ്റെ വേരുകളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ തൈകൾ ആക്കിയതാണ് നേരത്തെ കാണിച്ചു പോയത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിത് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കാരണം ഒരു 3-4 കൊല്ലമായ ചെടികളായിരിക്കും ഇത്. അപ്പോൾ അതിൻ്റെ കടഭാഗം നന്നായി വണ്ണം വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ നടിൽ മിശ്രിതം തന്നെ വേര് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റുന്നതിനൊപ്പം തന്നെ ആ തണ്ട് കട്ട് ചെയ്ത് അതിൽ നിന്നും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ പരിപാടി ഒന്ന് ചെയ്തു നോക്കിയത്. അത് 100% സക്സസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും പഴക്കം ചെന്ന ചെടികളെ നമ്മളൊന്ന് റീപോർട്ട് ചെയ്യുന്നത് എത്രയും നല്ലതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അതിൽ മണ്ണൊക്കെ കണ്ടില്ല, ആകെ ചളി കെട്ടിയിട്ട് തീരെ വേരോട്ടമില്ലാത്ത പോലത്തെ അവസ്ഥയായി. അപ്പം നമ്മളതൊന്ന് ഉറപ്പായിട്ടും അതിനെ റീപോർട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ആ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ തണ്ട് കളയണ്ട. നമ്മളിപ്പോൾ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ നശിപ്പിച്ച് കളയും, കത്തിച്ച് കളയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴാണത് ഞാൻ തണ്ടിൽ നിന്നും തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളുടെ മുകളിലത്തെ ഭാഗത്ത് എങ്ങനെയായാലും പുതിയ വേരുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് നട്ടാൽ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ 5 വേര് നല്ല ശക്തമായ വേരുകളുണ്ട്. അപ്പോൾ അത് ആ ചെടി നന്നാവും എന്നുള്ളത് ഉറപ്പാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കടഭാഗം നമുക്ക് നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും തൈകൾ വരും. അപ്പോൾ അതിൻ്റെ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വേരുകൾ തീരെ വേണമെന്നില്ല. തീരെ ഈ കടഭാഗം വെക്കാൻ തീരെ വേര് വേണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മുകുളങ്ങൾ വരുന്നതിൻ്റെ അടിയിൽ നിന്നും വേരുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടി പുതിയ വേരുകൾ വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുകുളം വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഭാഗം മാത്രമേ വേണ്ടൂ. ഓരോ ഇലയുടെ അടിയിൽ നിന്നും ഓരോ തൈകൾ വരുന്ന രീതിയിലായിരിക്കും മുകുളങ്ങൾ വരിക. അപ്പോൾ ഇതിലെ വേരുകളെ മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് കളയുക തന്നെ ചെയ്യണം. അതിൻ്റെ വേരുകൾ നാശമായതുകൊണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു പ്രാവശ്യം ഇതിങ്ങനെ മുറിച്ചിട്ടതിൽ നിന്നും കുറേ തൈകൾ വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആശയം വന്നത്. ചിലപ്പം എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും എനിക്ക് കിട്ടിയൊരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യണത്. അതിൻ്റെ ചീഞ്ഞ ഭാഗങ്ങൾ മുഴുവൻ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഈ മുറിച്ച ഭാഗത്ത് വല്ല ഫംഗിസൈഡും തേക്കാം. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ചിരട്ടക്കരി 2 സൈഡിലും ചെയ്യും. കാരണം ഒരു പരിധി വരെ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ നമുക്കത് സാധിക്കും. എന്നാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മുകുളങ്ങളുണ്ട്. ഈ മുകുളങ്ങളിൽ നിന്നൊക്കെ ഓരോ തൈകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചെടിയിൽ നിന്ന് എങ്ങനെയായാലും നമുക്കൊരു 5-8 തൈകൾ കിട്ടും. ഈ ഒരു മദർ പ്ലാന്റിനെ നമ്മൾ നല്ല രീതിയിൽ വീണ്ടും പ്ലാന്റ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ പണ്ട് കാണിച്ചതുപോലെ നമുക്ക് ഓട്ടുമുറി നന്നായി വൃത്തിയായിട്ട് അതിൻ്റെ ഇത് ഉണ്ടായിരുന്ന മണ്ണ് തന്നെ കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഓട്ടുമുറി തന്നെയാണ്. അതേ ഓട്ടുമുറി തന്നെയാണ് ഞാൻ ഇതിൽ വീണ്ടും പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഓട്ടുമുറി ആ ഹോളുകളുടെ ഭാഗത്ത് വയ്ക്കുന്നു. അതിനുശേഷം നമുക്ക്
ചകിരിപ്പൊളികൾ ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇപ്രാവശ്യം ഞാൻ അതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ തൈകൾ, ഞാൻ ഈ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണിത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതന്നെയാണ് ഞാൻ ഈ വലിയതിനും ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് നമുക്ക് മുകളിലേക്ക് വരണമെന്നില്ല, ഒരു അര ചട്ടി ആവുമ്പോൾ തന്നെ നമുക്കതിൽ പ്ലാന്റ് വെക്കാം എന്നുള്ളതാണ്. കാരണം ഇനിയും വേരുകൾ ഇങ്ങനെ പുതിയ വേരുകൾ വരുമ്പോൾ അത് ചട്ടിയുടെ ഉള്ളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങുന്നതിനും ഒരു അര ഭാഗത്ത് വെച്ച് നമ്മൾ വലിയ ചെടികളെ പ്ലാന്റ് ചെയ്യാൻ നല്ലത്. ഇതിൻ്റെ വേരുകൾ ഞാൻ മുറിച്ച് കളയാൻ എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ പുതിയ വേരുകളാണ് വന്നിരിക്കുന്നത്, മുകളിൽ നിന്നുള്ള വേരുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇതിനെ വേര് പിടിക്കാനും അത് ചെടി ശക്തിയാവാനും വളരെയധികം സഹായിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ വേരൊന്നും കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. ഇനി പുതിയ വേരുകൾ അത് മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെടിയിൽ വേരില്ല എന്ന് വിചാരിച്ചിട്ട് ഒരാളും വിഷമിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മുകളിൽ നിന്നും ഓരോ ഇലയുടെ അടിഭാഗത്തു നിന്നും വേരുകൾ പൊട്ടി വരും. ഞാൻ കൊറിയർ ചെയ്യുമ്പോൾ ചിലർ സംശയം പറഞ്ഞിരുന്നു വേരില്ല എന്നുള്ളത്, അപ്പോൾ ചെടികൾ വിൽക്കണ സമയത്ത്. അപ്പോൾ ഞാൻ അതും കൂടിയും പറയാണ്, വേരില്ലെങ്കിൽ പോലും അത് കളയരുത്, അതിനെ നമ്മൾ പ്ലാന്റ് ചെയ്യണം, അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വേര് വരും. ഏറ്റവും അടിയിൽ ചെറിയ ചകിരിയും മുകളിൽ ഞാൻ വലിയ ചകിരിയും തന്നെയാണ് വെച്ചിരിക്കുന്നത്. മെയിൻ ചകിരിയും അതുപോലെ ഓട്ടുമുറിയും മാത്രം തന്നെയാണ് ആന്തോറിയം പ്ലാന്റ് ചെയ്യാൻ വേണ്ടു. അതിൻ്റെ മുകളിൽ ഞാൻ ആറ്റുമണലും അതുപോലെ ചാണകപ്പൊടിയും മിക്സ് ചെയ്ത മിശ്രിതം ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച്, ഒരു ചെടിയൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കഴുകി വെച്ച ഒട്ടുമുറി ഇടുകയാണ്. ഇത് പ്ലാന്റ് ചെയ്യുന്നത് കാണിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും എന്താ വെച്ചാൽ മറ്റേ ചെറിയ കഷ്ണങ്ങളാക്കുക, അതിൽ നിന്നും ചെടീനെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് അതും കൂടിയും ഒന്ന് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു റീഫ്രഷ് ആവും. കാരണം പണ്ട് ഞാൻ ഇട്ട വീഡിയോ ആരും നോക്കിയിട്ടില്ലെങ്കിൽ ഇതും കൂടിയും ഒന്ന് കാണുമ്പോൾ അവർക്ക് വീണ്ടും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 3/4 ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ചെടി വളരാനുള്ള അവസരം കൊടുക്കണം. എന്നാലാണ് നമുക്കതിൽ വളം ചെയ്യാനുള്ളതും എന്തെങ്കിലുമൊക്കെ കൂടുതൽ വലുതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചകിരിയും അതുപോലെ ഓട്ടുമുറിയും ഇടാനും അത് വളർന്ന് വേര് ചട്ടിയിലേക്ക് തന്നെ പോവാനുമുള്ളൊരു അവസരമാണ്. അല്ലെങ്കിൽ വേര് പുറത്തേക്ക് പോവും, അത് പിന്നെ അത് മണ്ണിലേക്ക് പിടിക്കും. അപ്പോൾ പിന്നെ വളരെയധികം ഇലയാണ് ഉണ്ടാവുക, പൂവുണ്ടാവൽ കുറയും. അപ്പോൾ അത് കാരണം അതിനെ ചട്ടിയിൽ തന്നെ വേരിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. കുറച്ച് ഇത് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ ആറ്റുമണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്വല്പം മുകളിൽ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അതൊരു തിരക്കടില്ല, നല്ലൊരു റിസൾട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. ഇതിൻ്റെ വളം കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയായാലും കാണും. ഒരു 15 ദിവസത്തിലെങ്കിലും നമ്മൾ ആന്തോറിയത്തിന് വളം ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. കാരണം അതിന് മണ്ണും അതൊന്നും ഇല്ലല്ലോ, വെറും ചകിരിയും അതുപോലെ ഓട്ടുമുറി ആയതുകൊണ്ട് അതിലേക്ക് നമ്മൾ എപ്പോഴും വളം ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ മദർ പ്ലാന്റ് ഞാൻ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും അത് വലുതായിക്കൊണ്ടേയിരിക്കും. ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് കുറേ എണ്ണം അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അത് നല്ല രീതിയിൽ അപ്പോൾ അതിന് തൊട്ട് മുമ്പിലുള്ള ചെടി അതുപോലെ ചെയ്തിട്ടുള്ളതാണ്. അതിന് നല്ലൊരു ഫ്ലവർ വന്നു, വലിപ്പമുണ്ട്. ഇനിയാണ് നമ്മൾ
ചെറിയ ആ കഷ്ണങ്ങളെ പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഈ കവറാണ്. അതൊന്ന് ഒരു 2-3 ഇലകൾ വന്നതിന് ശേഷമാണ് ഞാൻ അതിനെ വലിയ ചട്ടിയിലേക്ക് മാറ്റുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനത്തെ ഏറ്റവും വലിയ ചട്ടികളിലേക്ക് വെക്കാതെ ചെറുതിലേക്ക്, എപ്പോഴും ചെറിയ തൈകിനെ ചെറിയ ചട്ടിയിലേക്കും ഇങ്ങനെ പ്ലാന്റ് ചെയ്യുന്നതിനെ കവറിലേക്കും ചെയ്യാം. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഇനി വളം വലിച്ചെടുക്കാൻ ദൂരത്തേക്ക് പോകണ്ട, വേരുകൾക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനും ഒരു ചെടിക്കൊരു കരുത്ത് കൂടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് നടുമ്പോൾ ഞാൻ അതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ചകിരി ചെറിയ കഷ്ണങ്ങളാക്കിയത് മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനെ ചെറിയ ചകിരീനെ ഞാൻ നല്ല രീതിയിൽ വെയിൽ കൊള്ളിച്ച് ഉണക്കി കഴുകി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കറ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകലും വെയിലത്തിടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊരു ഒരു 2-3 ഓട്ടുമുറി വെക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കംപ്ലീറ്റും ചകിരി, ചെറിയ ചകിരിയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. എന്നാലാണ് അതിലേക്ക് പെട്ടെന്ന് വേര് പിടിക്കുന്നതായിട്ട് കാണുന്നത്. ഓട്ടുമുറിയിലേക്ക് ഒരു താങ്ങായിട്ട് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ചകിരിയാണ് ഈ ആന്തോറിയത്തിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വേര് പിടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ സൈഡുകളിൽ മുഴുവൻ ചെറിയ ചകിരികളുടെ കഷ്ണം വെച്ച് അതിനെ ഉറപ്പിക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊരു എങ്ങനെയായാലും ഇത് വെച്ചിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ ഇതിനൊരു ഒരു 2-3 ഇലകൾ വരുന്നതായിട്ട് കാണാം. മുകുളങ്ങൾ പൊട്ടിയിട്ട് അതിൽ നിന്നും 2-3 ഇലകൾ വരും. അതിനുശേഷമാണ് അതിൻ്റെ അടിയിലേക്ക് വേരുകളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ആദ്യം ഇലയാണ്, മുകുളങ്ങൾ പൊന്തി അതിൽ നിന്ന് ഇല വന്നതിന് ശേഷം ആ മുകുളത്തിൻ്റെ അടിയിൽ നിന്ന് വേരുകൾ വരും. അപ്പോഴാണ് നമ്മൾ അതിനെ മാറ്റി വലിയ ചട്ടിയിലേക്ക് മാറ്റി നടുന്നത്. വലിയ ചട്ടി എന്ന് ഉദ്ദേശിച്ചാൽ അതിന് പാകത്തിനുള്ള ചെറിയ ചെറിയ ചട്ടികളിലേക്ക് മാറ്റുന്നത്. ഇതിലൊരു സ്വല്പം മണലും ചകിരി അതുപോലെ ചാണകവും കൂടിയ മിശ്രിതം വെച്ച് നമ്മൾ കുറച്ചൊന്നും അതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് റോസിലും ലിവർ റെഡിലും അതുപോലെ അഗ്നിഹോത്രിയിലും ഞാനിങ്ങനെ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് സക്സസ് ആയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളാണ്. നന കുറേശ്ശെ നനച്ചു കൊടുക്കുക, അധികം വെള്ളം വേണ്ട, വളരെ ചെറിയ നന മതി. അതുപോലെ തണലത്താണ് 2 മാസം തണലത്ത് വെക്കുക. 2 മാസം തണലത്ത് വെക്കുക. അതിൽ അവൻ മുള വരുന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ മുള വന്നതാണ് ഈ തൈകൾ മുഴുവൻ. അത് വാങ്ങി അതാത് ഇതൊക്കെ അങ്ങനെ മുള വന്നതാണ്. അത് കട്ട് ചെയ്തിട്ട് ആ വേര് അനക്കാത്ത ഇതിൽ മുള വന്നിട്ടുള്ളത്. അത് നേരത്തെ ഇതാ ഈ സാധനം ഇത് നമ്മൾ അങ്ങനെ ചെയ്ത് മുളപ്പിച്ചതാണ്. ഇതൊക്കെ നമ്മൾ തൈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ വരും. ഈ വന്നിരിക്കുന്നതൊക്കെ അതേപോലെ വന്നിരിക്കുന്ന ചെറിയ ചെറിയ തൈകൾ. ഇതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളാണ്. അപ്പുറത്തിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ കുറേ പീസുകളിൽ നിന്നും മുളച്ച തൈകളെ ഞാൻ വേർപ്പെടുത്തി പുതിയ തൈകളാക്കി മാറ്റിയിരിക്കുന്നതാണ്. അപ്പുറത്തിരിക്കുന്ന ചെറിയ ചെറിയ തൈകൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണം. നമസ്കാരം.